കഴിഞ്ഞ LDF സർക്കാർ PM ശ്രീയിൽ ഒപ്പുവച്ചപ്പോൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. LDF സർക്കാർ കുറെ നിബന്ധനകൾ മുന്നോട്ട് വച്ചാണ് PM ശ്രീയിൽ ഒപ്പുവച്ചത്. ഇവിടുത്തെ പാഠ്യ വിഷയങ്ങളൊന്നും തന്നെ മാറുകയില്ല. SCRT തന്നെയായിരിക്കും ഇവിടെ പഠിക്കുന്നത്. കുട്ടികൾ ഇപ്പോൾ എന്ത് പഠിക്കുന്നോ അത് തന്നെ പഠിക്കും. സംഘപരിവാർ അജണ്ടകൾ ഒന്നും തന്നെ ഈ പാഠപുസ്തകങ്ങൾ കയറാൻ അനുവദിക്കില്ല. മോദിയുടെ ചിത്രം വയ്ക്കുന്നതും തടയും എന്നൊക്കെയാണ് അന്ന് PM ശ്രീയിൽ ഒപ്പിട്ടപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. അതായത് ഇത്രയും നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് PM ശ്രീയിലേക്ക് LDF ഒപ്പിടാൻ തയ്യാറായിരിക്കുന്നത്. പക്ഷേ അന്ന് ഒരുപാട് വിമർശനങ്ങൾ LDF സർക്കാർ കേട്ടു. പ്രത്യേകിച്ച് CPIയിൽ നിന്നാണ് LDF സർക്കാർ കൂടുതലും വിമർശനങ്ങൾ കേട്ടത്. കാരണം കൂടിയാലോചിക്കാതെ പോയി ഒപ്പിട്ടു എന്നതായിരുന്നു CPM ചെയ്ത ഏറ്റവും പ്രധാന തെറ്റ്. മാത്രമല്ല PM ശ്രീ അംഗീകരിക്കുന്നതിലൂടെ ഹിന്ദുത്വ അജണ്ടകൾ നമ്മുടെ കുട്ടികളുടെ പുസ്തകത്തിലേക്ക് എത്തുമെന്ന ഭയവും CPI ഇന്ന് ചൂണ്ടിക്കാട്ടി. അന്ന് CPIയുടെ സമ്മർദ്ദം മൂലം LDF സർക്കാർ അത് താൽക്കാലികമായി വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. പക്ഷേ CPM മാത്രമാണോ വിമർശനവുമായി മുന്നോട്ട് വന്നത്? ഒരിക്കലുമല്ല. അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം വലിയ വിമർശനങ്ങളുമായി മുമ്പോട്ട് വന്നു. CPM BJP ഡീൽ എന്നാണ് മുസ്ലിം ലീഗും കോൺഗ്രസും അന്ന് പറഞ്ഞത്. ലീഗിന്റെ KM ഷാജി അന്ന് പറഞ്ഞത് ഇത് CPM BJP ഡീലാണ്. കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ PM ശ്രീയെ എടുത്ത് തോട്ടിലെറിയുമെന്നാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ PM ശ്രീ ഒരിക്കലും നടപ്പാക്കാൻ സമ്മതിക്കില്ല. പണം BJP സർക്കാരിന്റെ ഔദാര്യമല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ജയിച്ച് ഭരണം കിട്ടിയപ്പോൾ എല്ലാം മാറി. ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ട് നടപ്പിലാക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ലിസ്റ്റായി അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് SCRT പുസ്തകം തന്നെ അവർക്ക് പഠിക്കാൻ ലഭിക്കുമെന്നാണ്. മറ്റുള്ള ഒരു തരത്തിലുള്ള അജണ്ടകളും പുസ്തകങ്ങൾക്കുള്ളിലേക്ക് കയറില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകുന്നു. പക്ഷേ 24 അടക്കമുള്ള ന്യൂസ് മാധ്യമങ്ങൾ പറയുന്നത് മോദിയുടെ ചിത്രങ്ങൾ വയ്ക്കും എന്ന് തന്നെയാണ്. കഴിഞ്ഞ LDF സർക്കാർ മുന്നോട്ട് വച്ച നിബന്ധനകളിൽ നിന്ന് യാതൊരു മാറ്റവുമില്ലാതെയാണ് PM ശ്രീ കോൺഗ്രസ് UDF സർക്കാർ അംഗീകരിക്കുന്നത് എങ്കിൽ എന്തിനാണ് അന്ന് LDF സർക്കാർ ഒപ്പിട്ടപ്പോൾ ഇവർ നിശ്ചിതമായി എതിർത്തത്? എന്തിനാണ് അന്ന് BJP CPM ഡീൽ എന്ന് ഇവർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് BJP കോൺഗ്രസ് അല്ലെങ്കിൽ BJP മുസ്ലിം ലീഗ് ഡീൽ എന്ന് തന്നെയല്ലേ നമുക്കും പറയേണ്ടത്? LDF സർക്കാർ മുന്നോട്ട് വച്ച നിബന്ധനകൾ തന്നെയാണ് ഇവിടെയും പാലിക്കപ്പെടുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന LDF ഇതിനെ എതിർക്കാൻ യാതൊരു സാധ്യതയുമില്ല. അവർ മുന്നോട്ട് വച്ച നിബന്ധനകൾ അനുസരിച്ചാണ് ഈ PM ശ്രീ നടപ്പിലാക്കുന്നതെങ്കിൽ ആ പണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന ബോധ്യം അവർക്ക് വ്യക്തമായുണ്ട്. അന്ന് PM ശ്രീ ഒപ്പുവെച്ചപ്പോഴും ശിവൻകുട്ടി പറഞ്ഞത് ഇത് നമ്മുടെ കുട്ടികളുടെ പണമാണ്, ഇത് അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള പണമാണ്, അത് വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു. പക്ഷേ അന്ന് അതിനും വിമർശനം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് PM ശ്രീ നടപ്പിലാക്കിയതിനു ശേഷം ഹിന്ദുത്വ അജണ്ടകളെല്ലാം പുസ്തകത്തിലേക്ക് തള്ളിക്കയറ്റാനാണ് LDF കൂട്ടുനിൽക്കുന്നത് എന്നാണ് അന്ന് പ്രതിപക്ഷം അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ ഇന്ന് അത് നോർമലായി കഴിഞ്ഞു. കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം നോർമൽ ആകുന്നത് സാധാരണമാണ്. ആശുപത്രികളെ കൈപ്പിഴകളെല്ലാം ഇപ്പോൾ നോർമലായി കഴിഞ്ഞു. പെൻഷൻ വൈകുന്നതും ഇപ്പോൾ നോർമലായി കഴിഞ്ഞു. അതുപോലെ PM ശ്രീയിൽ ഒപ്പിടുന്നതും നോർമലാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. തീർച്ചയായും PM ശ്രീയിൽ ഒപ്പുവയ്ക്കണം എന്ന് തന്നെയാണ് നിലപാട്. എന്നാൽ അത് LDF സർക്കാർ മുന്നോട്ട് വച്ച നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്നതാണ് വസ്തുത. അങ്ങനെ പാലിച്ചില്ല എങ്കിൽ സംഘപരിവാർ അജണ്ടകളും ഹിന്ദുത്വ അജണ്ടകളും ഉടൻ തന്നെ നമ്മുടെ കുട്ടികളുടെ പുസ്തകത്തിലേക്ക് കയറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നിബന്ധനകൾ ഇല്ലാതെയാണ് ഒപ്പുവയ്ക്കുന്നതെങ്കിൽ തീർച്ചയായും പ്രതിഷേധം ശക്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.